എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വിജിൽ തിരോധാന കേസ്. 6 വർഷത്തിന് ശേഷം ആ കേസിൽ ഇന്നൊരു നിർണായക കണ്ടെത്തലുണ്ടായി. വിജിലിന്റെ സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന സരോവരത്തെ ചതുപ്പിൽ നിന്ന് വിജിലിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. മാർച്ച് 24 രാവിലെ വെസ്റ്റ് ഹിൽ ചുങ്കത്തുള്ള വീട്ടിൽ നിന്നും ഉടൻ വരാമെന്ന് പറഞ്ഞ് ബൈക്കിൽ പുറത്തേക്ക് പോയതാണ് വിജിൽ. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാതായപ്പോൾ അമ്മയും അച്ഛനും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. രാത്രി മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വിജിലിനെ കാണാതായതിന്റെ പിറ്റേന്ന് അച്ഛൻ സുഹൃത്തുക്കളായ നിഖിലിനോടും ദീപേഷിനോടും അന്വേഷിച്ചു. വിജിലിനെ കണ്ടതേയില്ലെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിജിൽ തിരിച്ചെത്താതിരുന്നതോടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മാസം 2 പ്രാവശ്യം ചോദിക്കും. എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ പോകും. അപ്പോൾ ഒരു വിവരമില്ല, ഒരു പറയും. പിന്നെ അങ്ങനെ പോയി ഒരു പറഞ്ഞു നിങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട, എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ട് പോരുക ചെയ്യുക. നമ്മൾ അച്ഛനും മോനും പറഞ്ഞിട്ട് കാര്യം സഹിതമാരപ്പനൊക്കെ. ചെറുപ്പം മുതലേ വിജിലിന്റെ സുഹൃത്തുക്കളായിരുന്നു കേസിലെ 1-ാം പ്രതി നിഖിലും 3-ാം പ്രതി ദീപേഷും. 3 പേരും മിക്കപ്പോഴും ഒരുമിച്ച്. അതുകൊണ്ട് തന്നെ വിജിലിനെ കാണാതായപ്പോൾ സഹോദരൻ വിജിത്ത് ആദ്യം മുതൽ സംശയിച്ചതും സുഹൃത്തുക്കളെ തന്നെയായിരുന്നു. കേസിൽ അന്വേഷണം മുന്നോട്ടു പോയി. പക്ഷേ പോലീസിന് വിജിലിനെ കണ്ടെത്താനായില്ല. ഒടുവിൽ 6 വർഷങ്ങൾക്കു ശേഷം നഗരപരിധിയിലെ തിരോധാന കേസുകളിൽ നടത്തിയ പുനരന്വേഷണത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ചോദ്യം ചെയ്യലിൽ 1-ാം പ്രതി നിഖിൽ കുറ്റസമ്മതം നടത്തി. സരോവരത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് വിജിലും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ലഹരി ഉപയോഗിച്ചു. ഇതിൽ വിജിൽ അമിത അളവിൽ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. മരിച്ചു എന്ന് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തി. ഇതായിരുന്നു പോലീസിന് പ്രതികൾ നൽകിയ മൊഴി. ഭാഗങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അന്നത്തെ ഒരു കെട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ കല്ലും കയറും ഒക്കെ കിട്ടി. അപ്പോൾ അടുത്ത ഘട്ടം നമ്മളിനി അന്വേഷണം, എവിഡൻസും കാര്യങ്ങളും കളക്ഷനൊക്കെ ആയിട്ട് പോകും. കമ്മീഷൻ അദ്ദേഹമായിട്ട് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ സാറാണ് ഏറ്റവും കൂടുതൽ പ്രഷർ തരുന്നത്. സെർച്ച് ഒരു കാരണവശാലും നിർത്താൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് 15 ദിവസം വരെ കസ്റ്റഡി കിട്ടുമല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു പ്രഷർ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് ഞാനിപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അല്ല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇത് ചിലപ്പോൾ ഇടയ്ക്ക് നിർത്തിപ്പോകും. സാർ ഒരു കാരണവശാലും സമ്മതിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റഡി എടുത്തു, സെക്കൻഡ് കസ്റ്റഡി എടുത്തപ്പോൾ ഞാൻ സാറെ ഇന്നലെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇനി എത്ര ദിവസം കിട്ടുമെന്ന് ചോദിച്ചു. നമ്മൾ സാർ ഇത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു പ്രഷറും സാറിൻ്റെ ഒരു അഡ്വൈസും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി. വിജിലിന്റെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് അന്വേഷണ സംഘം. 2 ഘട്ടമായി ദിവസങ്ങളോളം സരോവരത്തെ ചതുപ്പിൽ മൃതദേഹ ഭാഗങ്ങൾക്കായി തിരച്ചിൽ നടത്തി. 2-ാം ഘട്ട പരിശോധനയിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ചതുപ്പിൽ നിന്ന് വിജിലിന്റെ ഷൂ കണ്ടെത്തി. ഇടത്തെ കാലിൽ ധരിച്ചിരുന്ന ഷൂ ആണ് 6 മീറ്ററോളം താഴ്ചയിൽ നിന്നും ലഭിച്ചത്. ഇത് വിജിലിന്റെ തന്നെ ഷൂ ആണെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞു. ഷൂ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. തെരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിൽ അന്നേ ദിവസം ധരിച്ചിരുന്ന വുഡ്ലാൻഡിന്റെ ഷൂ, അത് നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് കിട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കെൽട്ടനിൽ ഏകദേശം 53ഓളം സ്കെൽട്ടൽ റിമെയിൻസ് നമുക്കിവിടുന്ന് കിട്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുള്ളതുണ്ടായിരുന്നു. വിജിലിന്റെ അസ്ഥി വരക്കൽ കടപ്പുറത്തൊഴുക്കിയെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വരക്കൽ കടപ്പുറത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുത്തു. കഴിഞ്ഞ ദിവസം വിജിലിന്റെ ഷൂ കണ്ടെത്തിയ ഭാഗത്തു നിന്നും 2 മീറ്റർ അകലെ നടത്തിയ പരിശോധനയിലാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇതോടൊപ്പം മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെത്തി. തലയോട്ടിയും പല്ലും വസ്ത്രത്തിന്റെ ഭാഗങ്ങളുമാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്.
എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഇത്രയും കുറേ വർഷമായില്ലോ ഇപ്പോൾ ഏകദേശം. അപ്പോൾ എന്തിനാണ് ഇവരിത് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയണം. എന്താ അങ്ങനത്തെ ഒരു ഇതല്ലേ ചെയ്തത്, കല്ല് വെച്ച് കെട്ടി താഴത്തെ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ അറിയുന്നത് പത്രത്തിൽ കൂടിയും ഇതിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെയല്ലേ അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് എന്തായാലും അറിയണം, എന്തിനാണ് ഇവരിത് ചെയ്തതെന്നുള്ളത്. അല്ലാണ്ട് ഓവർ ഡോസിൽ കുത്തി വെച്ചിട്ട് പിന്നെ ഇവരെന്തിന് ഇത് ചെയ്തെന്നുള്ളത്, കല്ല് വെട്ടി താഴ്ത്തി എന്നുള്ളതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടെടുത്ത അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിജിലിന്റെ അസ്ഥികൾ തന്നെയാണോ ഇവിടെ നിന്ന് ലഭിച്ചതെന്ന് പരിശോധനയിലൂടെ കണ്ടെത്തും. പേരാണ് പ്രതികൾ. ഇതിൽ രണ്ടാം പ്രതി രഞ്ജിത്തിനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പ്രതികൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.